നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യന് ഈ ഭൗതിക ലോകത്തുണ്ടാകുന്ന വേദനകളിൽ ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. ആ മരണവേദനയേക്കാൾ വലിയ ഒരു വേദന ഭൗതിക ലോകത്ത് വേറെയില്ല. ഒരാളെ കുത്തിക്കൊല്ലുന്നു, അതിനേക്കാൾ പതിമടങ്ങ് വേദന മരണത്തിനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ഹവ്വിൻ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ മരണവേദന നീ എളുപ്പമാക്കണേ റബ്ബേ, പ്രയാസപ്പെടുത്തല്ലേ, മരണവേദന കുറച്ചു കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആയിരുന്നില്ലേ, ഇന്നലിൽ മൗതി, തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മോളെ ഫാത്തിമ. മുത്തുനബി തങ്ങൾ ഫാത്തിമ ബീവിയോട് മരണസമയത്ത് പറഞ്ഞതൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നില്ലേ? വല്ലാത്ത വേദനയാണ്. ആ വേദന കഴിഞ്ഞ ഉടനെ, അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പോലും മയ്യത്തിനെ ഇട്ടിങ്ങനെ ഒലയ്ക്കാൻ പാടില്ല. ചില ആളുകള് പോത്തിനെ തേച്ചു കുളിപ്പിക്കുന്നത് പോലെയാ മയ്യത്ത് കുളിപ്പിക്കുക. അങ്ങനൊന്നും പാടില്ല. മയ്യത്തിന് വേദന ഉണ്ടാവും. വളരെ സാവകാശം മൃദുലമായിട്ട് വേണം മയ്യത്ത് പരിപാലനം നടത്താൻ, മയ്യത്തിനെ കുളിപ്പിക്കാൻ, മയ്യത്തിനെ എടുത്തു വെക്കാൻ വളരെ മൃദുവായി. ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ മയ്യത്തിന്റെ അഴുക്കുകൾ നീക്കുന്നത് കാണണം. സുബ്ഹാനല്ലാഹ്. വിരലിൽ ചിലരും കയ്യുറയിട്ട് അല്ലെങ്കിൽ തുണി ചുറ്റിയിട്ട് മയ്യത്തിന്റെ പിൻദ്വാരത്തിന്റെ അകത്തേക്ക് കൈകുത്തി കയറ്റി ചില വൃത്തിയാക്കുന്ന വലിയ ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. ഒരു വിവരവുമില്ലാത്ത ആളുകൾ മയ്യത്തിനെ പ്രയാസപ്പെടുത്തുകയാണ്. ഇത് നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളും മരിക്കേണ്ടവരാണ്. നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മയ്യത്ത് ആരാണ് കുളിപ്പിക്കുക നമുക്കറിയില്ല. അതുകൊണ്ട് മക്കളെയെങ്കിലും നല്ല രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു വെക്കണം. ആ മക്കള് നമ്മളെ കുളിപ്പിക്കും. അല്ലെങ്കിലോ ഏതെങ്കിലും വിവരമില്ലാത്തവൻ വന്ന് പോത്തിനെ കുളിപ്പിക്കും പോലെ പല സ്ഥലത്തും കാണുന്നതാണ്. മൃഗങ്ങളെ കുളിപ്പിക്കുന്നത് പോലെ അതിനെക്കാട്ടിലും എന്ന് വേണമെങ്കിൽ പറയണം, അത്രത്തോളം ഇട്ടു ആകെ മയ്യത്തിനെ പ്രയാസപ്പെടുത്തി. കാരണം ഏറ്റവും വലിയ ഒരു വേദന കഴിഞ്ഞതേ